സർ, കളക്ടറുടെ ചേംബറിൽ ഒരു ബ്ലാസ്റ്റ് നടന്നു. സ്ക്വാഡിൽ കയറാൻ ശ്രമിച്ചതാ. തിരിച്ചു വിളിക്കാം. IG കണക്ട് ചെയ്യും. ആരെങ്കിലും ചെന്നവരോട് സംസാരിക്കൂ. IG ചന്ദ്രൻ മാത്രമേ അവിടെ ഉള്ളൂ. ഫ്രാൻസിസ് ചാക്കോ അവിടെ. സർ, 3-4 മണിക്കൂർ എടുക്കില്ലേ ബൈ റോഡ്? മീഡിയേറ്റേഴ്സിന് അതെന്തായി? സർ, ജസ്റ്റിസ് ആയ ബാംഗ്ലൂരിലാണ് സർ. അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നു സാർ. കുറച്ചൊരു സമയം ഒരു ഗുരുതരമായ കൃത്യവിലോപമായിട്ട് ഞങ്ങൾ ഇപ്പൊ അകത്തേക്ക് വന്നത്ര സേഫ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കാം സാർ. എന്ത് സംസാരിക്കാം? അവിടെ ഇതുപോലെ സിറ്റുവേഷൻ പോലും ഹാൻഡിൽ ചെയ്യാൻ അറിയാതെ വിളിച്ചേക്ക് നിങ്ങളോടൊക്കെ എന്ത് സംസാരിക്കാം? ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ. സർ, IG ചന്ദ്രൻ. നിങ്ങൾ എന്താണ് അവിടെ ചെയ്തു കൂട്ടുന്നത്? എന്താ അവിടെ സംഭവിക്കുന്നത്? ജസ്റ്റ് ഒരു എക്സ്പ്ലോഷൻ സൗണ്ട് കേട്ടു കളക്ടർ ഓഫീസിൽ നിന്ന്. ഇല്ല സർ, കാഷ്വാലിറ്റി ഒന്നുമില്ല. പക്ഷേ എവറിഥിങ് അണ്ടർ കൺട്രോൾ സാർ. എന്താ കൺട്രോൾ? നിങ്ങൾ ഒന്നും ചെയ്യണ്ട. NSG കമാൻഡോസ് എത്തുന്നുണ്ട്. അതൊരിക്കലും ഒന്നും വേണ്ട. സർ, തീർച്ചയില്ലാത്ത കാര്യങ്ങൾക്ക് നിൽക്കേണ്ട പ്ലീസ്. കളക്ടറെ തിരിച്ചു കിട്ടും വരെ നമ്മൾ ഒന്നിനും നിൽക്കരുത്. ഓരോരുത്തരും ഞങ്ങൾ വെറുതെ വിടും. പ്ലീസ് പ്ലീസ് ഒന്ന് സാർ, ഞങ്ങൾ കുറച്ച് സമയം കൂടെ ഉണ്ടാവും സാർ. അതിനുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും സാർ. പ്ലീസ്, നിങ്ങളിവിടെ തന്നെ കാണും, സൂക്ഷിച്ചോ. എന്ത് മണ്ടത്തരാ ചെയ്യുന്നത്? ഇതിന് കോൺസിക്വൻസ് എന്താണെന്ന് അറിയോ? അവിടെ ഇരിക്കേ. അല്ലെങ്കിൽ കൊല്ലും, അത്രയല്ലേ ഉള്ളൂ. ഇവിടെ സാറേ, ഞാനും സമരങ്ങൾ കണ്ട് വളർന്ന ഒരാളാണ്. പിന്നെ ഐ എം ഓൾവേസ് വിത്ത് ദ ഡൗൺ ട്രോഡൻ. എന്നിട്ട് സാറിന് എന്താ ചെയ്യാൻ പറ്റിയത്? ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് സാർ. നോ, നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാനിവിടെ പോസ്റ്റ് എടുത്ത 40 ദിവസമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ 10 ദിവസം മുമ്പ് വരെ ഇവിടുത്തെ ആദിവാസി മേഖലയിൽ കയ്യേറ്റം ചെയ്ത ഭൂമി തിരിച്ചെടുക്കാനുള്ള ആക്ഷൻ എടുത്ത ഒരാളാണ് ഞാൻ. ഞാനിത് ചെയ്തത് ഹൈക്കോടതി ഉത്തരവുള്ളത് മാത്രമല്ല, അത് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ്. എന്നിട്ട് എന്തായി? സാർ അഗളിയിൽ ആക്ഷൻ എടുക്കാൻ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് സാർ. ഉച്ചയോടുകൂടി നിങ്ങൾക്ക് നടപടികൾ നിർത്തിവെച്ച് പോയിട്ട് വന്നില്ലേ? സാറിന്റെ കൺമുന്നിൽ വെച്ചല്ലേ പോലീസ് പിൻവാങ്ങിയത്? അതിന് പല കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പ്രഷർ, അത് വേറെ ഡിസ്കഷൻ. സോറി, വാട്ട് നോൺസെൻസ്. സാർ, അടുക്കൽ ജയപാലൻ സാർ. സാർ നമസ്കാരം. പറയൂ സാർ. പാലക്കാട് ഇന്ന് നടന്നത് താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. കുറച്ച് മുമ്പ് അവരിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നു. ഒരു മീഡിയേറ്റർ ആവണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയാണോ ഞാൻ വിളിച്ചത്? ഇത് സർക്കാരിൻ്റെ അഭ്യർത്ഥനയായി കണക്കാക്കണം. അത് എത്രത്തോളം ഈസിയാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ ഉടനെ തന്നെ പാലക്കാട്ടേക്ക് പുറപ്പെടുകയാണ്. എങ്കിൽ സാർ മാധ്യമങ്ങളെ അറിയിക്കും. അഡ്വക്കേറ്റ് ജയപാലൻ മീഡിയേഷന് വേണ്ടി പാലക്കാട്ടേക്ക് പുറപ്പെട്ടു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ അവരുമായി സംസാരിക്കുന്ന സമയത്ത് മറ്റൊരു ഇടപെടലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് പോലീസിനെ കുറിച്ചാണ്. ഒരു മീഡിയേറ്ററായ ഞാൻ പോലും ഒരു ബന്ദിയാകുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ലല്ലോ. हॅलो अजय. हॅलो मालिनी. आपल्या घराभोवती एवढा पोलीस बंदोबस्त काय? मला कळत नाही नेमकं काय चाललंय. मालिनी, डोंट पॅनिक. ഞാൻ തിരിച്ചു വിളിക്കാം. मिनिस्टर मेनन सरांचा कॉल आला होता. ते म्हणत होते की NSG आणि आरएफ आले तिकडे. खूप सिरियस आहे का काही? I'll call you back, Malini. I'll call you back. हॅलो हॅलो. ബട്ട് സാർ, പോലീസ് വെറുതെ കൈയും കെട്ടി നോക്കി നിന്നു പറയരുത്. പോലീസ് ആക്ഷൻ എടുത്താലോ ആക്ഷേപം ഉണ്ടാവും. സാറിനും അറിയാമല്ലോ, ഇതൊരു റിയാലിറ്റിയാണ്. ഇനിയും ഇതേപോലുള്ള അൺട്രസ്റ്റ് ഉണ്ടായാൽ അത് നമ്മൾ ആലോചിക്കണം. ഇതൊരു പാഠമാവണ്ടേ?
ഇല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ നമ്മളൊരു പരാജയമാണെന്ന് വരും. NSC വരിക എന്ന് പറഞ്ഞാൽ ഇതിന് ദേശീയ ശ്രദ്ധ കിട്ടിയെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്നുവെച്ചാൽ നമ്മൾ വിജയിച്ചു അല്ല സഖാവേ? ബാലു, NSC നമ്മൾ കയറിയടിച്ച എന്താ നമ്മുടെ പ്ലാൻ? കയ്യിലുള്ളതിനെ എടുത്തിട്ട് കത്തിക്കാം. അത് കഴിഞ്ഞാലോ? കളക്ടറല്ലേ കയ്യിലുള്ള. അദ്ദേഹത്തെ കൊല്ല കൊടുക്കാൻ പറ്റില്ലല്ലോ. ഭരിക്കാൻ പേടിയുണ്ടോ? ഇവർ ആരാണെന്നോ ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നോ അറിയാൻ ഇതുവരെയായും കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. നേരെ പോയിട്ട് വലതുവശ പോയാൽ മതി. ചേട്ടാ പോയിക്കോ. വലത്തോട്ട് പോയാൽ മതി. സ്കൂളിൽ നിന്ന് മനസ്സിലാവേ ഇവിടെ നിൽക്കണ്ട. ശരി. ഹലോ, അഡ്വക്കേറ്റ് സിബി ഉണ്ടോ? ഷീജ വിളിച്ചു എന്ന് പറഞ്ഞാൽ മതി. നീ അതെ, ഇത് ഞാനല്ലേ കുമാരേട്ടൻ? ആ വാ. നീ എവിടെ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ? ഞാൻ അവിടെയൊക്കെ തരികയായിരുന്നു. വല്ലാത്ത ദാഹം, വെള്ളം കുടിക്കണം. സർബത്തോ ചായ എന്താ വാങ്ങിച്ചത്? അവിടെ ഇവിടെയൊക്കെ ബഹളം നടക്കില്ല.